എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അപ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ അപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് SLC കുട്ടികളുടെ ഒന്നാമത്തെ പാർട്ട് ടെക്സ്റ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ് അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിതവും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററുമായിട്ട് ഒരു കണക്ഷനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നൊരു ചാപ്റ്ററാണ്. അപ്പം അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ അറിഞ്ഞിരിക്കണം. ആ ഒരു കാര്യങ്ങൾ സാറൊന്ന് പറയാം. അപ്പോൾ എന്താണ് ആദ്യം സീക്വൻസ്? സീക്വൻസ് എന്താണ്? ഇവിടെ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓർഡേഡ് ആസ് ദ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് സോ ഓൺ ലൈക്ക് ദിസ് അക്കോർഡിംഗ് ടു സം റൂൾ ഈസ് കോൾഡ് എ നമ്പർ സീക്വൻസ്. സിമ്പിളാണ്. എന്താണ് ഒരു നമ്പർ സീക്വൻസ്? കുറച്ച് നമ്പറുകൾ നമ്മൾ ഇങ്ങനെ എഴുതി, ഒരു ഓർഡറിൽ എഴുതി, ഫസ്റ്റ് കോമ സെക്കൻഡ് കോമ തേർഡ് എന്നുള്ള ഓർഡറിൽ എഴുതി. ആ എഴുതുന്നതിന് എന്തെങ്കിലും റൂൾ ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. നമ്പറുകൾ കോമയിട്ട് എഴുതുന്നു, അതൊരു പ്രത്യേക റൂളിലാണെങ്കിൽ അതിനാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മക്കളെ 1 2 3 4. ഇവിടുത്തെ പ്രത്യേകത 1 കഴിഞ്ഞ് അടുത്ത 1ൻ്റെ കൂടെ 1 കൂട്ടി 2, അടുത്ത 1 കൂട്ടി 3, പിന്നെ 1 കൂട്ടി 4. ഇത് നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ആണ്. ഇതിനെയാണ് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. നമ്പേഴ്സ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ എഴുതി, സോൺ ലൈക്ക് ദിസ് അങ്ങനെ എഴുതി അങ്ങ് പോയി. എന്താണ്? അക്കോർഡിംഗ് ടു സം റൂൾ, എന്തെങ്കിലും ഒരു റൂൾ കാണും. ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറായ ഫസ്റ്റ് നാച്ചുറൽ നമ്പറായ 1 എഴുതി, പിന്നെ 1 ആഡ് ചെയ്ത് പോകുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. ഇതാണ് സീക്വൻസ്. ഓക്കെ, ഇപ്പോൾ 1 2 3 4. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 4 6 8 പോസിറ്റീവ് ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സ്. ഇനി വേറൊന്നും ശ്രദ്ധിക്കുക, 1 4 9 16. ഇതെന്താണ് ശ്രദ്ധിക്കുക. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16. ഇതെന്താണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറാണ്. ഇവിടുത്തെ ഓർഡർ എന്താണ്? അവർ പറഞ്ഞ എന്തെങ്കിലും ഒരു റൂൾ, അക്കോർഡിംഗ് ടു സം റൂൾ, എന്തെങ്കിലും ഒരു റൂൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? എന്തോ ഒരു റൂൾ വെച്ചാണ് എഴുതുന്നതെങ്കിൽ സീക്വൻസ് എന്ന് വിളിക്കാം. ഇവിടുത്തെ റൂളാണ് ഇത്. എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്, ഈവൻ നമ്പേഴ്സിൻ്റെ ആണ്. ഇതെന്താ മക്കളെ? ഇതെന്താണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1ൻ്റെ സ്ക്വയർ, ആദ്യം 1ൻ്റെ സ്ക്വയർ, പിന്നെ 2ൻ്റെ സ്ക്വയർ, പിന്നെ 3യുടെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ. ഓക്കെ, ഇതാണ് എന്ത്? സീക്വൻസുകൾ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ എന്തെങ്കിലും ഒരു ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? സീക്വൻസ് എന്ന് വിളിക്കാം. ഇനി എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാൻ പോകുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത്. സീക്വൻസിൻ്റെ ഒരു സബ്ബായിട്ട് വേണേൽ ആലോചിക്കാം. സീക്വൻസ് എന്ന് പറഞ്ഞാൽ എഴുതുന്നതിൽ എന്തെങ്കിലും ഒരു റൂൾ ഉണ്ടെങ്കിൽ നമുക്ക് സീക്വൻസ് എന്ന് വിളിക്കാം. ഇനി ആ എഴുതുന്ന റൂള്, ആ റൂള് പക്കയാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങി ഒരു ഫിക്സഡ് നമ്പറാണ് കൂട്ടി പോകുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് വിത്ത് എനി നമ്പർ, ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങി ആൻഡ് ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി, ഒരു ഫിക്സഡ് നമ്പർ റിപ്പീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് പോകുന്നു, അതിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ എടുത്താൽ ഇതൊക്കെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എക്സാമ്പിൾ. കാരണം തുടങ്ങുന്നത് 1 ആണ്. സ്റ്റാർട്ടിങ് വിത്ത് എനി നമ്പർ, ഏത് നമ്പറിലും തുടങ്ങാം. പക്ഷേ ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി, ഒരു ഫിക്സഡ് നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്. പക്ഷേ 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് 2 കിട്ടി, പിന്നെയും 1 തന്നെ ആണ് ആഡ് ചെയ്യുന്നത്. 3 കിട്ടി, പിന്നെയും 1 തന്നെ ആഡ് ചെയ്യുന്നത്. 4 കിട്ടി. 2 4 6 8. ഇവിടെ സ്റ്റാർട്ടിങ് വിത്ത് എനി നമ്പർ 2ൽ തുടങ്ങി, പക്ഷേ ആഡിങ് എ ഫിക്സഡ് നമ്പർ, ഏതെങ്കിലും ഒരു സംഖ്യയിൽ തുടങ്ങി ഒരു സ്ഥിരസംഖ്യയാണ് കൂട്ടി പോകുന്നത്. ചില ഫിക്സഡ് നമ്പറാണ് കൂട്ടി പോകുന്നത്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കാം? ഇതിനെയൊക്കെ നമുക്ക് അരിത്തമെറ്റിക് എന്ന് പറയാം. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 3 5 7. ഇവിടെ 3ൻ്റെ കൂടെ എത്രയാണ്? 3ൻ്റെ കൂടെ 2 കൂട്ടി 5, 5ൻ്റെ കൂടെ 2 കൂട്ടി 7. വേറൊരെണ്ണം പറഞ്ഞാൽ 5 8 11. നോക്കുക, 5 ഏത് നമ്പറിലും തുടങ്ങാം. പക്ഷേ എന്താണ്? ആഡ് ചെയ്യുന്ന നമ്പർ ഫിക്സഡ് ആയിരിക്കണം. 3 കൂട്ടി 5ൻ്റെ കൂടെ 3 കൂട്ടി 8, 8ൻ്റെ കൂടെ 3 കൂട്ടി 11. ഓക്കെ, ഇങ്ങനെയുള്ള സീക്വൻസുകൾ പറയുന്നതാണ് അരിത്തമെറ്റിക്. സ്റ്റാർട്ടിങ് വിത്ത് എനി നമ്പർ, ശ്രദ്ധിക്കുക, അത് ഒന്ന് നോട്ട് ചെയ്തോണം. സ്റ്റാർട്ടിങ് വിത്ത് എനി നമ്പർ, ഏതെങ്കിലും നമ്പറിൽ തുടങ്ങി ആൻഡ് ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി. എന്താണ്? ഒരു ഫിക്സഡ് നമ്പർ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. അതിനാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് സീക്വൻസിന് വേറെ ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്. അതിലൊരു ഡെഫിനിഷനാണ് സാറി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇത് 1 4 9 16. ഇതിനെ നമുക്ക് എന്ത് പറയാം? ഒരു നമ്പർ സീക്വൻസ് ആണെന്ന് പറയാം. സീക്വൻസ്, എന്തെങ്കിലും ഒരു റൂൾ ഉണ്ടെങ്കിൽ സീക്വൻസ് എന്ന് വിളിക്കാം. അപ്പം സീക്വൻസ് എന്ന് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് നിങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസിനെ ആലോചിച്ചാൽ മതി. കാരണം എന്തെങ്കിലും ഒരു ഓർഡർ ഉണ്ടെങ്കിൽ അതിനെ സീക്വൻസ് എന്ന് വിളിക്കാം. പക്ഷേ
ആ ഒരു ഓർഡർ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന ആ ഒരു നമ്പർ ഫിക്സഡ് ആണ്, പക്കാ നമ്പർ. എല്ലായിടത്തും ഒരേപോലെ തന്നെ ആ നമ്പർ വന്നാൽ നമുക്ക് അരിത്തമെറ്റിക് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇവിടെ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. ഇവിടെ അതാണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ. പക്ഷെ ഇവിടുത്തെ ഗ്യാപ്പ് സെയിം അല്ല. എന്നാൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇത് സീക്വൻസ് ആണ്. പക്ഷേ അരിത്തമെറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ, അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഈ 1, 4, 9, 16 ഇതെന്തല്ല, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചാൽ അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. പക്ഷേ എന്താണ്, ഇത് സീക്വൻസ് ആണ്. ഇത് സീക്വൻസ് ആണ്, പക്ഷേ അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അരിത്തമെറ്റിക് ആണെങ്കിൽ എന്താണ്, ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കണം ആഡ് ചെയ്ത് പോകേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഒരു സീക്വൻസ് എന്നും അരിത്തമെറ്റിക് എന്നും മനസ്സിലാക്കണം. അത് നമുക്ക് പഠിക്കാനുള്ള അരിത്തമെറ്റിക് ആണ്. ഓക്കെ, നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. എന്താണ് ഒരു സീക്വൻസ് കാണുമ്പോൾ അതിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് ഒരു എക്സാമ്പിളായിട്ട് 3, 5, 7 ഒരു സീക്വൻസ് പറയുമ്പം അതിൻ്റെ ഫസ്റ്റ് ടേം എന്താണ് എന്നറിഞ്ഞിരിക്കണം. അതെ, ഇപ്പം ഒരു സീക്വൻസ് എഴുതുമ്പോൾ ആദ്യം വരുന്ന ടേമിനാണ് നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം ആരാ, 3 ആണ്. എടാ ഫസ്റ്റ് ടേമിനെ സൂചിപ്പിക്കുന്ന കുറച്ച് ലെറ്റേഴ്സ് അവർ പറയാം. എഫ് എന്ന് പറഞ്ഞ ലെറ്റർ എഴുതാറുണ്ട്. എഫിന് പകരം ചില സ്ഥലത്ത് ഒരു ഓറാണ്. എഫിന് പകരം ചിലയിടത്ത് എ എന്ന് കൊടുക്കാറുണ്ട് ഫസ്റ്റ് ടേമിന്. ചിലയിടത്ത് X1 എന്ന് എഴുതാറുണ്ട്. ചിലയിടത്ത് T1 ടേം 1 എന്നൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന 2 ലെറ്റേഴ്സ് ഈ X1 ഉം F ആയിരിക്കും. എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ F = 3 അല്ലെങ്കിൽ X1 = 3. ഓക്കെ, അല്ലെങ്കിൽ A = 3, അല്ലെ ടേം 1 T1 = 3. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, എല്ലാം ശരിയാണ്. ഇനി അവിടെ എന്താണ് ഇവിടെ നമ്മളൊരു പ്രത്യേക ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഫിക്സഡ് നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്. ഇവിടെ എത്ര ആഡ് ചെയ്യുന്നത്, 3ൻ്റെ കൂടെ 2 കൂട്ടി 5, 5ൻ്റെ കൂടെ 2 കൂട്ടി 7. ആ ഫിക്സഡ് ആയിട്ട് ആഡ് ചെയ്യുന്ന നമ്പർ ഏതാ, 2 ആണ്. ആ നമ്പറിനെ പറയുന്നതാണ്. അല്ലെങ്കിൽ ഈ നമ്പറുകളുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 3ൻ്റെ 5ൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 5ൻ്റെ 7ൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 2 ആണ്. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ്, ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി പറഞ്ഞ ഡിഫറൻസ് 2 ആണ്. ഈ ഡിഫറൻസ് എല്ലായിടത്തും കോമൺ ആണ്. കോമൺ ആയിട്ട് ഈ ഡിഫറൻസ് നമുക്ക് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഡിഫറൻസിനെ പറയുന്നതാണ് കോമൺ ഡിഫറൻസ്. ഇപ്പോൾ ഒരു സീക്വൻസിൽ അറിഞ്ഞിരിക്കേണ്ട മെയിൻ 2 കാര്യങ്ങളാണ്. ഒന്ന് ഫസ്റ്റ് ടേം, മറ്റൊന്ന് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് നമ്മൾ CD എന്ന് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, കോമൺ ഡിഫറൻസ് CD = കോമൺ ഡിഫറൻസ് എത്ര ഇവിടെ 2 അല്ലേടാ. അത് കാണുന്ന ഒരു വഴിയുണ്ട്. എന്താണ് കോമൺ ഡിഫറൻസ് കാണാൻ? കോമൺ ഡിഫറൻസിൻ്റെ ഡെഫിനിഷനിൽ അവർ പറയുന്നത് ഒരു ടേം എടുക്കുക, അതിൻ്റെ ജസ്റ്റ് പ്രീവിയസ് ടേം തൊട്ട് പുറകിലുള്ള ടേം അതിൽ നിന്നും കുറച്ചാൽ, ഒരു ടേം എടുത്ത് അതിൻ്റെ തൊട്ട് പുറകിലുള്ള ടേം കുറച്ചാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. നിങ്ങൾ ഏത് ടേമാണ് എടുക്കുന്നതെങ്കിലും തൊട്ട് പുറകിലുള്ള ടേം കുറയ്ക്കുക. ഫസ്റ്റ് ടേമിന് നമ്മൾ കൊടുക്കാൻ പോകുന്നതാണ് X1. ഫസ്റ്റ് ടേമിന് X1, സെക്കൻഡ് ടൈം X2, തേർഡ് ടൈം X3, അല്ലെങ്കിൽ A1, A2, A3 എന്ന് കൊടുക്കുക. T1, T2, T3 എന്ന് കൊടുക്കുക. നമ്മൾ യൂസ് ചെയ്യുന്നത് X1, X2, X3. ഡിഫറൻസ് കാണാൻ ഏതെങ്കിലും ടൈം എടുത്ത് തൊട്ട് പുറകിലെ കുറയ്ക്കുക. ഫസ്റ്റ് ടൈം എടുത്താൽ തൊട്ട് പുറകിൽ ആരുമില്ല. സെക്കൻഡ് ടൈം എടുക്കുക, അപ്പോൾ തൊട്ട് പുറകിലാണ് ഫസ്റ്റ് ടൈം X2 - X1. അപ്പോൾ എത്രയാണോ, 5 - 3, അവിടുത്തെ ഗ്യാപ്പാണ് 2. ഓക്കെ, X2 - X1 തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. വേണം എന്ത് ചെയ്യാം, കോമൺ ഡിഫറൻസ് കാണാൻ X3 എടുക്കാം. X3 - X2. X3 ആരാ, 7. 7 - 5 എത്രയാണ്, അതും 2 തന്നെയാണ്. കോമൺ ഡിഫറൻസിനെ ഈ CD എന്ന് എഴുതാം, അല്ലെങ്കിൽ D എന്ന് എഴുതാം. ഇപ്പോൾ D = എങ്ങനെ എഴുതാം, D = 2 അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പം ഇതാണ് ഒരു സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നോക്കണം. ഓക്കെ, ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഒരു ഓൾജിബ്രാക് ഫോം കാണുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓൾജിബ്രാക് ടേം അല്ലെങ്കിൽ nth ടേം. ഓൾജിബ്രാക് ഫോം എന്ന ടെക്സ്റ്റിൽ പറയുന്നത് അവിടെ ഓൾജിബ്രാക് ഫോമിന് പകരം ഓൾജിബ്രാക് ടേം കാണാൻ ചോദിക്കാം, nth ടേം കാണാൻ ചോദിക്കാം. എക്സാമിന് ചോദിക്കാം റൈറ്റ് ദ ഓൾജിബ്രാക് ഫോം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ്, അല്ലെങ്കിൽ റൈറ്റ് ദ ഓൾജിബ്രാക് ടേം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ nth ടേം എന്ന് ചോദിക്കാം. ഇനി എന്താണ് ഈ ഓൾജിബ്രാക് ടേം, അല്ലെങ്കിൽ ഓൾജിബ്രാക് ഫോം, അല്ലെങ്കിൽ nth ടേം, അല്ലെങ്കിൽ n-ാം പദം, ബീജഗണിത പദം, ബീജഗണിത രൂപം, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഓൾജിബ്രാക് ഫോം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ, ഇപ്പം നമ്മളൊരു സീക്വൻസിൽ 10ാമത്തെ ടൈമിന് നമ്മൾ എന്താ പറയുന്നത്, 10ാമത്തെ പദത്തിന് X10 എന്ന് പറയും. ഇപ്പോൾ 10ാമത്തെ പദമാണെങ്കിൽ നമ്മൾ X10 എന്ന് പറയും. 20ാമത്തെ പദമാണെങ്കിൽ X20 എന്ന് പറയും. 30ാമത്തെ പദമാണെങ്കിൽ X30, അങ്ങനെയൊക്കെ പറഞ്ഞു പോകത്തില്ലേ. അതുപോലെ സീക്വൻസിൽ എവിടെയോ ദൂരെ നിൽക്കുന്ന ഒരു
അങ്ങ് ദൂരെ മാറി നിൽക്കുന്ന ഒരു ടൈം, അല്ലെങ്കിൽ ലാസ്റ്റത്തെ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന അങ്ങ് പോകുമ്പോൾ ദൂരെയുള്ളൊരു ടൈമായിട്ട് നമ്മൾ പറഞ്ഞതാണ് 1 2 3 ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, 10th ടൈം, 100th ടൈം, അങ്ങനെ പറഞ്ഞു പോയി nth ടൈം, എന്നാം പദം, അതാണ് nth ടൈം എന്ന് പറയുന്നത്. 10th ടൈമിനെ എക്സ്റ്റെൻഡ് എന്നും 20th ടൈമിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇപ്പം 100th ടൈമിനെ നമുക്ക് x100 എന്നും വിളിക്കാമെങ്കിൽ ആ ദൂരെ നിൽക്കുന്ന ആ ടൈമിനെയാണ് നമ്മൾ xn അല്ലെങ്കിൽ എന്താണ് nth ടൈം എന്ന് പറയുന്നത്. ഒരു സീക്വൻസ് വന്നിട്ട് ഇപ്പം 3 5 7 ഒരു സീക്വൻസ് വന്നിട്ട് എന്ത് കാണാൻ ചോദിക്കും, അവർ nth ടൈം കാണാൻ പറയും, അല്ലെങ്കിൽ ആ സീക്വൻസിൻ്റെ ഓൾജിബ്രാക് ഫോം കാണാൻ പറയും. n ഉള്ളത് കൊണ്ടാണ് മക്കളെ nth ടൈം എന്ന് പറയുന്നത്. ഇനി n എന്ന് പറയുന്ന ഇപ്പം 10th ടൈം കാണാൻ പറയുമ്പോൾ നമുക്ക് വേണേൽ എന്നിൻ്റെ സ്ഥാനത്ത് 10 എന്ന് കൊടുക്കാം. 20th ടൈം കാണാൻ പറയുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 20 എന്ന് കൊടുക്കാം. nth ടൈം കാണാൻ പറഞ്ഞാൽ n തന്നെയാണ്, എന്നിന് വേറെ വാല്യൂ ഒന്നും കൊടുക്കരുത്. നമ്മൾ nth ടൈം കാണാൻ പറയുമ്പം ഈ ഇക്വേഷനിൽ ഡിക്കും എഫിനും മാത്രമേ വാല്യൂ കൊടുക്കത്തുള്ളൂ. ഡിക്കും ഈ ഒരു എഫിനും ഈ ഒരു ഡിക്കും മാത്രമേ വാല്യൂ കൊടുക്കത്തുള്ളൂ. അല്ലാതെ n തന്നെയാണ്. കാരണം nth ടൈം കാണാൻ പറഞ്ഞാൽ എന്നിന് n എന്ന് തന്നെ കൊടുക്കുക. ഓക്കെ, അതുകൊണ്ടാണ് nth ടൈം എന്ന് പറയുന്നത്. ഇനി n ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ഓൾജിബ്രയാണ്, അതുകൊണ്ടാണ് ഓൾജിബ്രാക് ടൈം എന്നും ഓൾജിബ്രാക് ഫോം എന്നും ഒക്കെ വിളിക്കുന്നത്. അപ്പം ഓൾജിബ്രാക് ഫോം ഈ കൂട്ടത്തിൽ ആ ഏതെങ്കിലും ഒരു സംഭവം ഒരു സീക്വൻസ് വന്നിട്ട് nthോ അല്ലെങ്കിൽ ഓൾജിബ്രാക് ടൈമോ ഓൾജിബ്രാക് ഫോമോ കാണാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. 3 5 7 സീക്വൻസിൽ എന്നിന് വാല്യൂ കൊടുക്കേണ്ട, പക്ഷേ ഡിയും എഫും അറിഞ്ഞിരിക്കണം. ഈ സീക്വൻസ് നോക്കുക, ഇതിലെ എഫ് ആരാണ്? ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 3 ആണ്. മക്കളെ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഡിഫറൻസ് ആരാ? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക. സെക്കൻഡ് ടൈം x2ൽ നിന്ന് x1 കുറയ്ക്കുക, 5 - 3, അല്ലെങ്കിൽ x3ൽ നിന്ന് x2 കുറച്ചാലും മതി. ഏതെങ്കിലും ടൈം എടുത്തിട്ട് ജസ്റ്റ് പ്രീവിയസ് ടൈം കുറയ്ക്കുക. ഓക്കെ, 5 - 3 2 ആണ്, ഇവിടുത്തെ ഡിഫറൻസ് 2 ആണ്. ഇനി ഇക്വേഷൻ എഴുതുക, xn = dn + f - d. ഇക്വേഷൻ എഴുതിയ ഫസ്റ്റ് ടൈമും ഡി എഴുതിയതിന് ശേഷം ഇക്വേഷൻ എഴുതുക, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. xn = d ആരാടാ? 2n + ഫസ്റ്റ് ടൈം ആരാ മക്കളെ? 3 അല്ലേടാ, മൈനസ് ഡി ആരാ? 2 അല്ലേ. അപ്പം 2n + 3ൽ നിന്നും 2 പോയാൽ 1. ഇതാണ് xn എന്ന് പറയുന്നത്. ഇപ്പോൾ 10th ടൈം, 20th ടൈം, 100th ടൈം അങ്ങനെ പറയുന്ന പോലെ nth ടൈം, എന്നാമത്തെ ടൈം. ഇപ്പോൾ ഇവിടെ nth ടൈം കിട്ടിയുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ടൈമും കണ്ടുപിടിക്കാൻ പറ്റും സിമ്പിളായിട്ട്. ഇപ്പം ഇവിടെ 1 ഇട്ട് കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും. നമ്മൾ ചെയ്ത ഈ കണ്ടുപിടിച്ചേക്കുന്ന ഓൾജിബ്ര കറക്റ്റ് ആണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാനുള്ള മാർഗ്ഗമുണ്ട്. എന്നിന് 1 ഇട്ട് കൊടുത്താൽ അത് x1 അല്ലേടാ, എന്നിന് 1 ഇട്ട് കൊടുത്താൽ x1 എന്നല്ലേ. 1 ഇട്ട് കൊടുക്കുമ്പം 2 × 1 + 1. ഇവിടം വരെ നിങ്ങൾ ചെയ്താൽ മതി. ഓൾജിബ്ര ചോദിച്ചാൽ കൺഫേം ചെയ്യാൻ വേണ്ടി പറയാണ്. 2 × 1 + 1 2 × 1 2 + 1 ഫസ്റ്റ് ടൈം ആരാ? 3. ഇത് കിട്ടി. അത് എഴുതി ചെയ്യണമെന്നില്ല, ഒന്ന് കാണിച്ചു തന്നെയാണ്, മനസ്സിലാലോചിച്ചാൽ മതി. 2 × 1 ഇട്ട് കൊടുക്കുമ്പോൾ x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം. 2 × 1 2 2 + 1 3 ഇതേ ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം കൂടെ നോക്കണമെങ്കിൽ 2 × 2 സെക്കൻഡ് ടൈമല്ലേ 2 കൊടുക്കുമ്പോൾ 2 × 2 4 4 + 1 5. അടുത്ത തേർഡ് ടൈം ആണെങ്കിൽ 2 × 3 6 6 + 1 7. അപ്പം ഈ ഓൾജിബ്ര കണ്ടാൽ, ഈ ഓൾജിബ്രാക് ഫോം കണ്ടാൽ നമുക്ക് ഏതാണ് ആ സീക്വൻസ് എന്ന് പറയാൻ പറ്റും. സീക്വൻസ് വന്നിട്ട് ഓൾജിബ്ര കാണാൻ പറയുമ്പം നമുക്ക് എന്ത് ചെയ്യാം? ആ വാല്യൂസ് ഇട്ട് കൊടുത്ത് ഇതേ ഉത്തരം തന്നെ വരുന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തെറ്റുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യുമ്പം അത് മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് ഉറപ്പാണ്, നമ്മൾ ചെയ്തത് പക്ക ആൻസറാണ്, കറക്റ്റ് ആൻസർ ആണെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അതിനാണ് സാറ് അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞത്. മക്കൾ ഇനി രണ്ടാമത്തെ ഇക്വേഷൻ xn = an + b എന്ന ഇക്വേഷൻ. ഇവിടുത്തെ പ്രത്യേകത നമ്മൾ നേരത്തെ പഠിച്ച dn + f - d എന്ന ഈ ഒരു പ്രോബ്ലം ചോദിക്കുമ്പം അത് നോക്കിയിട്ട് ഈ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇത് ഇക്വേഷൻ മോശമാണെന്നല്ല, അത് വെച്ച് ചെയ്താൽ പെട്ടെന്ന് കുറച്ചുകൂടെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ചെയ്തു പോകുമ്പോൾ പെട്ടെന്ന് കുറച്ചുകൂടെ കത്തുന്നുണ്ട്. ഇതൂടെ പറയുന്നില്ല എന്നല്ല, ഇതൂടെ സാറ് പറയാം. 2 ഇക്വേഷനും ടെക്സ്റ്റിലുള്ള ഇക്വേഷനാണ്. ഓക്കെ മക്കളെ, an + b അത് വെച്ചും ചെയ്യാൻ പറ്റും. ഇവിടെ a എന്ന് പറയുന്നത് a ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന ഒരു സീക്വൻസിൽ, ഇപ്പം സീക്വൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് 3 5 7 അല്ലേ. ഈ സീക്വൻസിൽ ഇവിടുത്തെ എന്താണ് ഡിഫറൻസ്, അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ a ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. a ആയിട്ട് ആ ഒരു ഇക്വേഷൻ പ്രകാരം. അപ്പോൾ നിങ്ങളല്ലെങ്കിൽ സാറേ ഫസ്റ്റ് ടൈം അല്ലേ, ആദ്യം അങ്ങനെ പറഞ്ഞില്ലേ, A1 A2 A3 എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. പക്ഷേ ആ ടെക്സ്റ്റിൽ പറയുന്നത് a എന്ന് ഈ ഇക്വേഷൻ പ്രകാരം, ഈ ഇക്വേഷനിൽ a എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ പ്രകാരം a എന്ന് പറയുന്നത് അവിടുത്തെ ഗ്യാപ്പ് അല്ലെങ്കിൽ ഡിഫറൻസ് ആണ്. അവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 5 - 3. അതാണ് അവിടുത്തെ ഗ്യാപ്പ്. എത്ര? 2 ആണ്. ഇതാണ് a എന്ന് പറയുന്നത്. ഇനി b എന്താണെന്ന് ചോദിച്ചാൽ
ഫസ്റ്റ് ടേമിൽ നിന്നും നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം ആരാണ് 3 ആണ്. ഫസ്റ്റ് ടേമിൽ നിന്നും ഡിഫറൻസ് കുറയ്ക്കുന്നതിനെയാണ്, ഫസ്റ്റ് ടേമിൽ നിന്ന് ആ ഗ്യാപ്പ് കുറയ്ക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേം എന്താണ് നമ്മുടെ 3 ആണ്. അവിടുത്തെ ഗ്യാപ്പ് എത്ര 2 ആണ്. 3 - 2 എന്താണ് 1 ആണ് അവിടുത്തെ ഗ്യാപ്പ്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ xn ഈസ് ഈക്വൽ ടു an പ്ലസ് ബി എന്ന എ ആരാടാ 2 അല്ലേ, 2n പ്ലസ് ബി ആരാ 1 ആണ്. അങ്ങനെയും ചെയ്യാം, ഇഷ്ടമാണ്. ഓക്കെ, ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളത് വേണമെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുക, അല്ലെ സെക്കൻഡ്. രണ്ടും ഓൾജിബ്രക് ഫോമിൻ്റെ ഇക്വേഷനാണ്. ടെക്സ്റ്റിൽ പറയുന്ന 2 ഇക്വേഷനുകളാണ്. വേണേൽ രണ്ടും പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന ഇക്വേഷൻ വെച്ച് ചെയ്യുക. ഓക്കെ, ആൻസർ എത്താന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. 2 രീതി ചെയ്ത്, ഒന്നാമത്തെ രീതി ചെയ്താലും രണ്ടാമത്തെ രീതി ചെയ്താലും എല്ലാവർക്കും ഒരേ മാർക്ക് തന്നെയാണ്. ഓക്കെ, നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത് ഇക്വേഷൻ വേണം. നമ്മൾ ഓൾജിബ്രക് ഫോം അല്ലെങ്കിൽ nth ടേം അല്ലെങ്കിൽ ഓൾജിബ്രക് ടേം ഒക്കെ പഠിച്ച് എന്താണ് എന്ന് പഠിച്ച് ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ടെക്സ്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അതെ, ഫൈൻഡ് ദ ഓൾജിബ്രക് ഫോം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. ഇതാണ് ടെക്സ്റ്റ് കിടക്കുന്ന ഫസ്റ്റ് എക്സസൈസിലെ ആദ്യത്തെ തന്നെ പ്രോബ്ലം. അതെ, ഒന്നാമത്തെ ചോദ്യം 1, 6, 11, 16 ഈ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ എന്ത് കാണാനാ, ഓൾജിബ്രക് ഫോം കാണാനാണ്. തന്നിരിക്കുന്ന സീക്വൻസുകളുടെ എല്ലാം ഒരു 6 ക്വസ്റ്റ്യൻ ഉണ്ട് പാർട്ടായിട്ട് വരുന്ന. ഇപ്പം ഈ 3 എഴുതിയേക്കുന്നത്, അത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ എഴുതാം. അപ്പോൾ 1, 6, 11, 16 ഇതാണ് സീക്വൻസ്. ഇതിൻ്റെ എന്ത് കാണാനാ, ഓൾജിബ്രക് ഫോം. ഇക്വേഷൻ നമുക്കറിയാം ഏതാ, xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d, അല്ലെങ്കിൽ xn ഈസ് ഈക്വൽ ടു an പ്ലസ് b. നമ്മളത് ആദ്യത്തെ ഇക്വേഷൻ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. മറ്റേത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നമ്മളത് ആദ്യത്തെ വെച്ചാണ് ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ആദ്യത്തെ ഇക്വേഷൻ വെച്ച്. അപ്പോൾ ഫസ്റ്റ് ടേം അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ടേം എത്രയാടാ 1 അല്ലേ, ഇവിടുത്തെ d എത്രയാടാ d. സെക്കൻഡ് ടൈമിൽ ഫസ്റ്റ് ടൈം കുറയ്ക്കണം, x2 - x1. 6ൽ നിന്നും 1 കുറച്ചാൽ എത്ര 5 അല്ലേ, d 5 ആണ്. ഇക്വേഷൻ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d, dn പ്ലസ് f മൈനസ് d. d ആരാടാ 5 അല്ലേ, 5n പ്ലസ് f 1 മൈനസ് എന്താണ് 5 ആണ്. 5n പ്ലസ് 1 മൈനസ് 5 പ്ലസ് 1ഉം മൈനസ് 5ഉം. ശ്രദ്ധിക്കണം, ഒരു പ്ലസ്സും ഒരു മൈനസും വന്നാൽ, ഡൗട്ടുള്ള ആരെങ്കിലും കാണും മക്കളെ, ഒരു പ്ലസ്സും ഒരു മൈനസും വന്നാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ. ഓക്കെ, വലുത് 5 ആണ്, 5ൽ നിന്ന് 1 കുറയ്ക്കുമ്പം 4 ആണ്, വലുതിൻ്റെ സൈൻ മൈനസ് ആണ്, അതുകൊണ്ട് -4. ഓക്കെ, xn ഈസ് ഈക്വൽ ടു 5n - 4. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൗട്ടുണ്ട് നമുക്ക് എഴുതിയ ആൻസർ ക്ലിയർ ആണെന്ന്, കറക്റ്റ് ആണോ ഡൗട്ട് ഉണ്ടെങ്കിൽ 1 x1 ഫസ്റ്റ് ടൈം കാണാൻ 1 കൊടുത്ത് നോക്കുക. 5 × 1 5, 5 - 4, 5 - 4 എത്ര 1 അല്ലേ. സെക്കൻഡ് ടൈം കാണാൻ 5 × 2 2 കൊടുത്താൽ മതി. 5 × 2 10, 10 - 4 6. അങ്ങനെ കാണാം, കൺഫേം ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2, 7, 12, 17 ഇതിൻ്റെ ഓൾജിബ്രക് ഫോം കാണാനാണ്. ഫസ്റ്റ് ടൈം എഴുതുക. ഫസ്റ്റ് ടൈം 2 ആണ്. ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്, x2 - x1. x2 ആരാ 7 ആണ്, മൈനസ് ഡിഫറൻസ് എന്താണ് x2 7 ആണ്, x1 2 ആണ്. 7 - 2 അവിടെയും d 5 ആണ്. d 5 എന്ന് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണം, d 5 എന്ന് കിട്ടി. അടുത്ത് എന്താ എഴുതണ്ട, xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. നമ്മുടെ ഇക്വേഷൻ എഴുതുക. എല്ലായിടത്തും എഴുതി കാണിക്കുന്നത് എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ എഴുതാതെ പോകരുത്. ഇക്വേഷൻ എഴുതണം. ഇക്വേഷനൊക്കെ എഴുതുന്നതിന് മാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ dn പ്ലസ് f മൈനസ് d. 5n പ്ലസ് f ആരാണ് 2 മൈനസ് d 5 ആണ്. 5n പ്ലസ് 5n പ്ലസ് അല്ലെങ്കിൽ 5n എന്ന് ഇടുക. സൈൻ നോക്കാം നമുക്ക്. +2 - 5, ഒരു മൈനസ് ഒരു പ്ലസും വന്നാൽ വലുതിന് ചെറുത് കുറയ്ക്കുക. 5 - 2 3, വലുതിൻ്റെ സൈൻ എന്ത് 3 -3. xn ഈസ് ഈക്വൽ ടു 5n - 3. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ 5n - 3 എന്ന് കിട്ടിയ ഓൾജിബ്ര കറക്റ്റ് ആണെന്ന് നോക്കണമെങ്കിൽ എന്താണ്, n-ന് 1 ഇട്ട് കൊടുത്ത് നോക്കുക. 5 × 1 5, 5 - 3 2. അടുത്തത് 2 ഇട്ട് കൊടുത്താൽ സെക്കൻഡ് ടൈം കിട്ടും. 5 × 2 10, 10 - 3 7. ഓക്കെ, ക്ലിയർ അല്ലേ. ക്വസ്റ്റ്യനിലേക്ക് പോകാം. 21, 32, 43, 54 ഇതാണ് സീക്വൻസ്. സീക്വൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് ടൈം എഴുതുക. ഫസ്റ്റ് ടൈം എത്രയാണ് 21 ആണ്. ഇനി ഡിഫറൻസ് കാണാൻ സെക്കൻഡ് ടൈമിന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക. x2 - x1 32 - 21 32 ൽ നിന്ന് 21 പോയാൽ എത്ര 11 ആണ് d എന്ന് പറയുന്നത്. ഓക്കെ,
ഇക്വേഷൻ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഡി എത്ര? 11n പ്ലസ് ഫസ്റ്റ് ടേം 21 മൈനസ് 11. 11n 21 എത്രയാണ്? 11 പോവാണ്. എത്ര വരും? 10 എന്ന് വരും ആൻസർ. പ്ലസ് 10 എന്ന് വരും. പ്ലസ് ആണ് എക്സ് എൻ 11n പ്ലസ് 10. ഡൗട്ട് ഉണ്ടെങ്കിൽ കിട്ടിയ ആൻസർ ശരിയാണോ എന്നറിയാൻ എന്തിട്ട് കൊടുത്ത് നോക്കുക. 1 ഇട്ട് കൊടുത്താൽ 11 × 1 11, 11 പ്ലസ് 10, 11 പ്ലസ് 10 21 ആണ്. ഓക്കെ, അടുത്ത 11 × 2 എന്ത് വരും? 11 × 2 22. സെക്കൻഡ് ടൈം കാണാം. 22 പ്ലസ് 10, 22 പ്ലസ് 10 32 ആണ്. ഓക്കെ, ഓൾജിബ്രിക് ഫോം ആണുള്ള നാലാമത്തെ ചോദ്യം. 19, 28, 37. ഇവിടുത്തെ ഫസ്റ്റ് ടൈം ആരാടാ? 19 ആണ്. അവിടുത്തെ ഡി കോമൺ ഡിഫറൻസ് ആരാ? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക. x2 മൈനസ് x1. 28 മൈനസ് 90 എത്രയാണോ? 28 നിന്ന് 19 പോയാൽ എത്ര ആൻസർ? 9 ആണ് ഇവിടുത്തെ ഡിഫറൻസ്. ഡിഫറൻസ് 9 ആണ്. ഇക്വേഷൻ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. എന്ത് വരും? ഡി ആരാടാ? 9n പ്ലസ് ഫസ്റ്റ് ടേം 19 മൈനസ് ഡി എത്ര? 9. 9n പ്ലസ് 19 9 പോയാൽ എത്ര? 10 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് എക്സ് എൻ എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടി 1 ഇട്ട് എടുത്ത് നോക്കുക. 9 × 1 9, 9 പ്ലസ് 10 19, 9 × 2 18, 18 പ്ലസ് 10 28. കണ്ട ടേമുകൾ കിട്ടുന്നുണ്ടോ? ഇനി ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് വന്നേക്കാണ്. ഇവിടെ മിക്സഡിനെ നമുക്ക് നോർമൽ ഫ്രാക്ഷനിലോട്ട് പ്രോപ്പറോ ഇംപ്രോപ്പറോ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റി നമുക്ക് വേണേൽ ചെയ്യാം. പക്ഷേ ഈ ഒരു പ്രോബ്ലം, അങ്ങനത്തെ വരുന്ന പ്രോബ്ലം അത്ര ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം വരുമ്പോൾ നമുക്ക് പറഞ്ഞു തരാം. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഓരോ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ മിക്സഡ് കട്ടിയുള്ളത് വരുമ്പോൾ നമുക്ക് പറയാം. ഇതിപ്പോൾ നോർമലി മിക്സഡ് ആണെങ്കിൽ നമുക്ക് സിമ്പിളായി ചെയ്ത് മാറ്റാൻ ഒരു പ്രോബ്ലമാണ്. ഫസ്റ്റ് ടൈം ആരോടാ? 1 ആണ്. ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കണ്ടേ? 1 and 1/2 നിന്നും 1 കുറച്ചാൽ എന്ന് വെച്ചാൽ 1.5 നിന്നും 1 പോയാൽ അരയല്ലേടാ ആൻസർ. ഡിഫറൻസ് അരയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എൻ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. നോക്കുക, ഡി ആരാടാ? ഹാഫ് ആണ്. ഹാഫ് എൻ പ്ലസ് ഫസ്റ്റ് ടേം 1 മൈനസ് ഹാഫ്. ഹാഫ് എൻ പ്ലസ് 1 നിന്നും അര പോയാൽ 1 നിന്നും ഹാഫ് പോയാൽ 1 നിന്നും അര പോയാൽ എത്രടാ? അരയല്ലേ? അപ്പം എക്സ് എൻ ഈസ് ഈക്വൽ ടു ഹാഫ് എൻ പ്ലസ് ഹാഫ് എന്ന് വരും. വേണേൽ ഹാഫ് കോമൺ എടുക്കാം. ഇവിടെ വരെ വേണേൽ നിർത്താം. അല്ലെങ്കിൽ ഹാഫ് കോമൺ എടുത്തൊരു സ്റ്റെപ്പ് കൂടെ എഴുതിയാൽ രണ്ടിടത്തും ഹാഫ് ഉണ്ട്. ഹാഫ് കോമൺ എടുത്താൽ ആരുണ്ട് ബാക്കി? ഹാഫും എന്നും കൂടെ നിൽക്കുമായിരുന്നു. ഹാഫിനെയും എടുത്തപ്പോൾ ആരൊട്ടേക്ക്? n പ്ലസ് ഹാഫ് ഇൻറ്റു ഈ ഹാഫ് ഏതൊരു നമ്പർ വന്നാലും അതിൻ്റെ കൂടെ ഒരു 1 ഉണ്ടെന്ന് ആലോചിച്ചു. അപ്പോൾ 5 ആണെങ്കിൽ അത് 5 × 1 ആണ്. 2 ആണെങ്കിൽ അത് 2 × 1 ആണ്. അപ്പോൾ ഹാഫ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഇവിടെ ഒരു 1 ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ ഹാഫിങ് എടുത്താൽ ബാക്കി എന്തുണ്ട്? ഒരു 1 ഉണ്ട്. ഇപ്പം ഈ നമ്മൾ കോമൺ എടുക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ കോമൺ എടുത്തപ്പോൾ തെറ്റിയോ നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. ഹാഫ് ഇൻറ്റു n അകത്തോട്ട് കൊടുത്താൽ ഹാഫ് ഇൻറ്റു n ഹാഫ് n, ഹാഫ് ഇൻറ്റു 1 ഹാഫാണ്. ഓക്കെ, ഇങ്ങനെ എഴുതി ഇവിടം വരെ എഴുതി നിർത്തിയാലും ഓക്കെ ആണ്. ഇനി ലാസ്റ്റ് ചോദ്യം, ആ ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ അകത്ത് 6 ക്വസ്റ്റ്യനിലെ 6ാമത്തെ ചോദ്യമാണ്. ഡിഫറൻസ് എഴുതുക, ഫസ്റ്റ് ടൈം എഴുതുക ആദ്യം. ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു 1/6 ആണ് മക്കളെ. ഡിഫറൻസ് കാണാൻ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം ഓർക്കണം. x2 മൈനസ് x1. ശ്രദ്ധിച്ച് ചെയ്യണം, ഫ്രാക്ഷൻ ആണ്. 1/3 മൈനസ് 1/6. എങ്ങനെയാണ് കുറയ്ക്കുന്നത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. എങ്ങനെ? 1 × 6 1 × 6 6 മൈനസ് തിരിച്ചങ്ങോട്ട് 1 × 6 മൈനസ് അങ്ങോട്ട് 3 × 1 3 × 1 3/3 × 6 എത്ര? 18. 1 × 6 6 മൈനസ് 3 × 1 3/18. ഓക്കെ, 6 മൈനസ് 3 3/18. 3/18 3യും 18ഉം കട്ട് ചെയ്യാൻ പറ്റും. ഏത് ടേബിളിൽ വരുന്നതെന്ന് നോക്കുക. 3യുടെ ടേബിളിൽ തന്നെ 18 ഉണ്ട്. 3 × 1 3 3 × എത്രയാണ്? 18. 3 × 6 അല്ലേ? അപ്പോൾ ഡി എത്ര? 1/6 എന്ന് കിട്ടത്തില്ലേ? ഡി 1/6 ആണ്. ഓൾജിബ്ര എഴുതുമ്പോൾ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഡി ആരാടാ? 1/6 അല്ലേ? അപ്പോൾ 1/6 n പ്ലസ് എഫ് ആരാ? എഫ് ശ്രദ്ധിക്കുക, 1/6 ആണ്. മൈനസ് ഡിയും 1/6 ആണ്. 1/6 n പ്ലസ്
എന്താണ് നോക്കുക, 1/6 മൈനസ് 1/6, 1/6 നിന്ന് 1/6 പോയാൽ ഒരു ടേമിൽ നിന്നും അത് തന്നെ പോയാൽ ഇപ്പോൾ 5 മൈനസ് 5 0 അല്ലേ, 4 മൈനസ് 4 0 അല്ലേ, അതുപോലെ 1/6 മൈനസ് 1/6 ആൻസർ 0 ആയതുകൊണ്ട് നമുക്ക് 1/6 n എന്ന് എഴുതിയാൽ മതി. xn ഈസ് ഈക്വൽ ടു 1/6 n. ഇവിടെയും നിങ്ങൾക്ക് നോക്കാം, എന്നിന് 1 ഇട്ട് കൊടുത്താൽ ഫസ്റ്റ് ടൈം കിട്ടും 1/6 × 1 1/6. ഇതേ സെക്കൻഡ് ടൈം വേണേൽ കാണാൻ x2 കാണാൻ, ഇതേ 1/6 × 2 ഡൗട്ട് വരും ചിലർക്ക്. 1/6 × 2, ഈ 2ഉം 6 കൂടെ വെട്ടിക്കൂടെ, 2 × 1 2, 2 × 3 6, ആൻസർ എത്ര 1/3. വേണേ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതെ സെക്കൻഡ് ടൈം 1/3. ഇവിടം വരെ ഇതാ മതി. ഇവിടം വരെ ചെയ്യുമ്പോൾ ഓൾജിബ്രയായി ചെക്ക് ചെയ്യാനാണ് ഞാനത് പറഞ്ഞത്. x2 1/3 ആണെന്ന് കണ്ട. ഓക്കെ, അപ്പോൾ 0 വരുമ്പോൾ അവിടെ 1/6 n നേരത്തെയൊക്കെ പോലെ ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു ഹാഫ് ഉണ്ട്, അതുപോലെ ഇവിടെ 0 ആയിപ്പോയി എന്നേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് എക്സസൈസിലെ ഒന്നാമത്തെ പാർട്ടിലുള്ള ആദ്യത്തെ 6 സബ് പാർട്ട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്തൊരു പാർട്ട് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നമ്മൾ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പം അത് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി വരണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.